NCERT പുസ്തകങ്ങളിൽ നിന്ന് PSC പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന പ്രധാന ചോദ്യങ്ങൾ. വെൻ ഡിഡ് ദ പോർച്ചുഗീസ് ക്യാപ്ചർ ഗോവ ആൻഡ് വൈ വാസ് ഇറ്റ് സിഗ്നിഫിക്കൻറ്റ്? 1510 പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കുന്നത്. തുടർന്ന് പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ തലസ്ഥാനമായിരുന്നു ഗോവ. വാട്ട് സിസ്റ്റം ഡിഡ് ദ പോർച്ചുഗീസ് യൂസ് ടു കൺട്രോൾ ട്രേഡ് ഇൻ ദ അറേബ്യൻ സീ? അറേബ്യൻ സീയിലൂടെയുള്ള വ്യാപാരം കൺട്രോൾ ചെയ്യാനായിട്ട് പോർച്ചുഗീസുകാർ കൊണ്ടുവന്ന സിസ്റ്റമാണ് കാർട്ട സിസ്റ്റം. ഇത് ഓർത്തിരിക്കണം, കാർട്ട സിസ്റ്റം. ഹൂ ഡിഫീറ്റഡ് ദ ഡച്ച് ഇൻ ദ ബാറ്റിൽ ഓഫ് കുളച്ചൽ ആൻഡ് വെൻ? 1741 തിരുവിതാംകൂർ രാജാവായിരുന്ന മാർത്താണ്ഡവർമ്മയാണ് ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ കീഴടക്കുന്നത്. ഹൂ വാസ് ഡുപ്ലെക്സ്? ഡുപ്ലെക്സ് എന്ന് പറയുന്നത് ഫ്രഞ്ച് ഇന്ത്യയിലെ 1742 മുതൽ 1754 വരെ ഗവർണർ ജനറൽ ആയിരുന്നു. അദ്ദേഹമാണ് സിപ്പോയിസ്, അതായത് ശിപ്പായികൾ എന്ന ആശയം സോൾജേഴ്സിനെ കൊണ്ടുവരുന്നത്. 1748 ഫ്രഞ്ചുകാർ തകർത്ത പോണ്ടിച്ചേരിയിലെ പ്രധാന ക്ഷേത്രമായിരുന്നു വേദാപുരീശ്വരൻ ക്ഷേത്രം. വെൻ വാസ് ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി എസ്റ്റാബ്ലിഷ്ഡ് ആൻഡ് ഹൂ ഗ്രാൻഡഡ് ഇറ്റ് എ ചാർട്ടർ? ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പ്രവർത്തനത്തിനായി അവർക്ക് റോയൽ ചാർട്ടർ നൽകിയത് ക്വീൻ എലിസബത്ത് I ആണ്. ഓർത്തിരിക്കണം, ക്വീൻ എലിസബത്ത് I. ഹൂ വാസ് ദ നവാബ് ഓഫ് ബംഗാൾ ഡ്യൂറിംഗ് ദ ബാറ്റിൽ ഓഫ് പ്ലാസി ആൻഡ് ഹൂ ലെഡ് ദ ഇംഗ്ലീഷ് ഫോഴ്സസ്? സിറാജുദ്ദൗളയായിരുന്ന പ്ലാസി യുദ്ധ സമയത്ത് ബംഗാളിൻ്റെ നവാബ്. കൂടാതെ റോബർട്ട് ക്ലൈവ്, അദ്ദേഹമാണ് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ ആ യുദ്ധത്തിൽ നയിക്കുന്നത്. വാട്ട് വാസ് ദ ഡോക്ട്രിൻ ഓഫ് ലാപ്സ് ആൻഡ് വെൻ വാസ് ഇറ്റ് ഇൻട്രൊഡ്യൂസ്ഡ്? 19-ാം നൂറ്റാണ്ടിൽ കൊണ്ടുവന്ന വളരെ കുപ്രസിദ്ധി നേടിയ ഒരു നയമാണ് ഡോക്ട്രിൻ ഓഫ് ലാപ്സ്. ഇത് പ്രകാരം ഒരു നാട്ടുരാജ്യത്തെ രാജാവ് മരിക്കുകയും അനന്തരാവകാശം ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ആ രാജ്യത്തിൻ്റെ നിയന്ത്രണം പൂർണ്ണമായി ഏറ്റെടുക്കും. ഹൂ വാസ് ദ ഫസ്റ്റ് റൂളർ ടു ജോയിൻ ദ സബ്സിഡിയറി അലയൻസ് വിത്ത് ദ ബ്രിട്ടീഷ് ഇൻ 1798? 1798 ഹൈദരാബാദിൻ്റെ റൂളർ, ഭരണാധികാരിയാണ് സബ്സിഡറി അലയൻസിൽ ആദ്യമായി ചേരുന്നത്. ഹൂ ഡിസ്ക്രൈബ്ഡ് ബംഗാൾ ആസ് ദ പാരഡൈസ് ഓഫ് ദ എർത്ത്? എർത്തിലെ പാരഡൈസ് ആണ് ബംഗാൾ എന്ന് പറഞ്ഞത് റോബർട്ട് ക്ലൈവ് ആണ്. മെൻഷൻ ദ ഇയേഴ്സ് ഓഫ് ദ ഗ്രേറ്റ് ഫാമിൻസ് ഇൻ ഇന്ത്യ? ഇന്ത്യയിലെ ഏറ്റവും വലിയ 2 ക്ഷാമങ്ങളായിരുന്നു 1770 മുതൽ 1772 നടന്ന ക്ഷാമവും 1876 മുതൽ 1878 വരെ നടന്ന ക്ഷാമവും. ഈ 2 കാലയളവും ഓർത്തിരിക്കണം. ഹൂ വാസ് ദ വൈസ്രോയ് ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ദ 1876 to 1878 ഫാമിൻ? 1876 മുതൽ 1878 വരെ നടന്ന ക്ഷാമ സമയത്ത് ലോർഡ് ലിട്ടൺ ആയിരുന്നു ഇന്ത്യയുടെ വൈസ്രോയി.